ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അവിടം തൊട്ട് ഇവിടം വരെ എത്തിയാലും ഞങ്ങളുടെ കൂടെ ഇതുവരെ ഈ യാത്രയിലെല്ലാം കൂടെ നിന്നവർക്കും ഒരു ഭയങ്കര ബിഗ് താങ്ക്സ്. വൺ ഇയറിൽ നമ്മൾ ഏകദേശം ഒരു 300+ പ്രോജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ഒരു കൗണ്ട് നമുക്ക് എത്താൻ തന്നെ നിങ്ങളാണ് കാരണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ വർക്ക് ലൈഫ് ബാലൻസ്, രണ്ടാമത്തത് കുറെ കൂടെ നോളജ് ഗെയിൻ ചെയ്തു. നല്ലൊരു ടീമായിരുന്നു, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, 6 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, പുലർച്ചെ ഒക്കെ മീറ്റിംഗ് ആണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഫുള്ള് ഓൺലൈൻ ആയിരുന്നു. അധികം പ്രഷറോ കാര്യങ്ങളോ ഒന്നും തരാതെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ എല്ലാവരും നിന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് എംപ്ലോയീസ് ഇതായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഇങ്ങനൊരു എൻവയോൺമെൻറ്റ് വേറെ എവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഒരു പ്രൈസ് പറഞ്ഞ് വർക്ക് എടുക്കുക എന്നുള്ളതിലുപരി ക്വാളിറ്റി ഉള്ള വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയും കൂടി വേണമല്ലോ. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ വർക്ക് എടുക്കുന്നതും അത് ഡെലിവറി ചെയ്യുന്നത്. അത്യാവശ്യം പ്രീമിയം ലെവൽ ക്ലയൻസ് തന്നെയാണ്. അപ്പോൾ ഒരു എൻജോയ്മെൻ്റ്, ഒരു പാഷനേറ്റ് ആയിട്ടാണ് ഇത് മൊത്തം വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. ക്ലയൻറ്റിന് ഔട്ട്പുട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്തു. നമ്മൾ ഏത് പ്രോജക്റ്റ് എടുത്തപ്പോഴും നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പ്രോജക്ട് മാനേജ്മെൻറ്റിൻ്റെ കാര്യം. പുലർച്ചെ 4 മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. തൃശ്ശൂർ ഭാഷയിലാണ് കട്ടയ്ക്ക് നിൽക്കുന്ന പിള്ളേരാണ്. ഒരു 300+ പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ഞങ്ങൾ 4 ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തുകൊണ്ട് തീരില്ല. ബസ് നമുക്കത് കൊടുക്കാൻ പറ്റും. ബസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നമ്മൾ ക്ലയൻറ്റിനോട് പറഞ്ഞു നാളേക്ക് ആ സാധനം കിട്ടിയിരിക്കും എന്ന് പറയാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ കമ്പനി റൺ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വിഷമം വന്നാലും ഒരുമിച്ചിരുന്ന് കരയാ, അല്ലെങ്കിൽ സന്തോഷം. അപ്പോൾ ഈ ഒരു വർഷത്തിൽ കൂടെ നിന്നതിലും ഞങ്ങളെ എല്ലാ വളർച്ചയിലും സ്ട്രഗ്ലിംഗ് പീരീഡിലൊക്കെ കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞത് നമുക്ക്